എന്ന് വേണ്ട ജാതി ആരാധന എന്ന കാരാഗ്രഹത്തിൽ അതിൽ ഒന്നുമേ പ്രാപിക്കുവാൻ കഴിയാതെ ആത്മീയ ഉറക്കത്തിലായിരിക്കുന്ന അനേക പത്രോസുമാർ ഉണ്ട്. അവർ പുറത്തു വന്നാൽ ശക്തിയേറിയ ശുശ്രൂഷയായി തീരും, ശക്തിയേറിയ അവർ ധരിക്കുവാൻ ഇടയായിത്തീരും. ഈ അന്ത്യകാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെടും പുറത്തു വന്നാൽ. എന്നാൽ അവർ പുറത്തു വരണമെങ്കിൽ, അവരുടെ ഉറക്കം മാറണമെങ്കിൽ ഇവിടെ ഉണർത്തപ്പെടേണ്ടത് ആവശ്യമാണ്. അവിടെ കാണുന്നു വെളിച്ചം ആദ്യം എന്ത് ചെയ്തു? പ്രകാശിച്ചു. കാരണം എന്താ? അവിടെ ഇരുട്ട. അതുകൊണ്ട് എന്ത് വേണം? വെളിച്ചം പ്രകാശിക്കണം. അതൊക്കെ നിൽക്കാൻ സമയം ഒത്തിരി എടുക്കുന്നു. ആ വെളിച്ചം പ്രകാശിക്കേണ്ടതിന്റെ കാരണം ഒന്ന്, വെളിച്ചം പ്രകാശിക്കണം. അതായത് ഇവനായിരിക്കുന്ന സാഹചര്യം ഇരുട്ട. മനസ്സിലായി? അതായത് വിടുവിക്കപ്പെടേണ്ടവർ, ജാതികളായിരിക്കുന്നവർ, അവർ ആയിരിക്കുന്ന സാഹചര്യം ഇരുട്ട. അവിടെ എന്ത് പ്രകാശിക്കണം? ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു പ്രകാശിക്കണം. അവിടെ പ്രകാശിച്ചു കഴിയുമ്പോൾ ഒന്ന്, വെളിച്ചം പ്രകാശിച്ചു. അറയിൽ എന്ത് പ്രകാശിച്ചു? വെളിച്ചം പ്രകാശിച്ചു. അതായത് ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ഭവനത്തിന്റെ അന്തരംഗത്തിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു പ്രകാശിക്കുമ്പോൾ അവരുടെ ബന്ധനം തന്നെ. പക്ഷെ എല്ലാത്തിനും ബേസിക് എന്ന് പറഞ്ഞാൽ നാം ഉണർന്ന് ഒരു സഭ ശ്രദ്ധയോടെ ഉണർന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രമാലയ. രണ്ടാമത് കാണുന്നു, അവൻ പിന്നെന്ത് ചെയ്തു? എന്ത് ചെയ്തു? ബെൽറ്റിട്ടു, ചെരുപ്പ് വിട്ടു. മനസ്സിലായോ? അവൻ ശുശ്രൂഷ പ്രാപിച്ചു. പിന്നെ അടുത്തത് ചില ഗേറ്റുകൾ തുറക്കപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ തലേരാത്രി കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടവൻ ശക്തിയോടെ പള്ളിയിൽ ശുശ്രൂഷിക്കും. ഇത് ദേശത്ത് നടക്കണമെങ്കിൽ, അനേക പത്രോസുമാർ നമ്മുടെ സ്റ്റേജുകളിൽ വെളിപ്പെടണമെങ്കിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, ക്രിസ്തു ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം പ്രകാശിക്കണം. അപ്പോൾ അവന്റെ ബന്ധനം അഴിയും. ബന്ധനം അഴിഞ്ഞു കഴിയുമ്പോൾ അവൻ ശുശ്രൂഷ പ്രാപിക്കും. അതായത് സമാധാനത്തിന്റെ സുവിശേഷമാകുന്ന ചെരുപ്പ് അവൻ ധരിക്കും. നീതിയുടെ അല്ലെങ്കിൽ സത്യമെന്ന വെളിച്ചവനെന്തി ഇടും. അസത്യവാദിയാകുന്ന പിശാചിന് അടിമത്തത്തിലായിരിക്കുന്ന പത്രോസാണ്. സ്വതന്ത്രമായ അവൻ ചെരുപ്പെന്താ? ചെരുപ്പെടണമെങ്കിൽ ചെരുപ്പ് എന്ത് ചെയ്തു? ഊരി. അപ്പൊ അർത്ഥം എന്താ? സുവിശേഷമൊക്കെ മാറ്റിവെച്ചു. ഇനി സുവിശേഷത്തിനല്ല, ഇനി മരിക്കാൻ ആര് കാത്തു കിടക്കുന്നത്? എന്നാൽ അത് വീണ്ടും എന്ത് ചെയ്തു? അവൻ സമാധാന സുവിശേഷത്തിനായി ഒരുക്കം കാലിന് ചെരുപ്പാക്കിയവൻ ധരിച്ചു. അത്രയായപ്പം ശുശ്രൂഷ എന്തായി? ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമായി. ഇനി പുറത്തു വന്നാൽ മതി. കാരാഗ്രഹത്തിൽ നിന്നും പട്ടണത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവരുന്ന സമയം അടുത്തിരിക്കുക. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. ഒന്ന്, മനസ്സിലാക്കണം, അവർ വിടുവിക്കപ്പെടും. രണ്ട്, ശുശ്രൂഷ സ്ഥാപിക്കണം. നമ്മുടെ സ്റ്റേജുകളിൽ ശക്തമായി ശുശ്രൂഷിക്കണം. അനേക പത്രോസുമാർ വെളിപ്പെട്ടാൽ അനേക ആത്മാക്കൾ എന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. ഇവർ രണ്ടും ഉറങ്ങിയപ്പോഴാണ് എന്ത് വിടുതൽ സംഭവിച്ചത്. ഒരു വ്യക്തി ഉറങ്ങിയപ്പോൾ ദർശനം കണ്ടു. ആ ദർശനം തന്നെ എന്ത് ചെയ്തു? പ്രതികൂലങ്ങളുടെ ഒരു വലിയ നിര തന്റെ മുന്നിൽ വന്നു. എന്നാൽ പ്രതികൂലങ്ങൾ കൊണ്ട് തന്റെ ദർശനം അവസാനിക്കുകയല്ലായിരുന്നു. ഏത് രാത്രിയിലെ ദർശനമാണ് തന്നെ പൊട്ടക്കിണറിലാക്കിയെങ്കിൽ ഫറവോന്റെ രാത്രിയിലെ ദർശനം തന്നെ രാജകൊട്ടാരത്തിലെത്തിച്ചു. തന്റെ ദർശനം തന്നെ പൊട്ടക്കിണറിലെത്തിച്ചു. എന്നാൽ ഫറവോന്റെ രാത്രിയിലെ ദർശനം തന്നെ രാജകൊട്ടാരത്തിലെത്തിച്ചു. ഒരു സമയം ഇപ്രകാരം സഹോദരന്മാര് പറഞ്ഞു, ആ സ്വപ്നക്കാരൻ പരിഹസിച്ചു പറഞ്ഞു. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ സംസ്കാരം. സ്വതന്ത്രമാരുടെ അവിടുത്തെ തലവനായ ഫറവോൻ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യനെ പോലെ ജ്ഞാനമുള്ള ഒരു തന്നെ കണ്ടുപിടിച്ചു. സഹോദരന്മാർ നിന്റെ ദർശനം നിമിത്തം നിന്നെ സ്വപ്നക്കാരെന്ന് പരിഹസിച്ചാൽ അത് ഉന്നതന്മാരെ കൊണ്ട്, അവരുടെ നാവുകൾ കൊണ്ട് ദർശനത്തിന്റെ നിവർത്തി പ്രകാരം ഈ മനുഷ്യനെ പോലെ ജ്ഞാനിയായവനെ കണ്ടുകിട്ടും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. രാത്രി ദർശനം പ്രാപിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. രാത്രി
യേശു ക്രിസ്തുവും ശിഷ്യന്മാരും രാത്രി ഉണർന്നിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ലോകം പറഞ്ഞേക്കാം അവർ മണ്ടന്മാരാണ്, ലോകത്തിന് യുക്തി പറഞ്ഞേക്കാം രാത്രി ഉറങ്ങേണ്ടതല്ലേ. എന്നാൽ പിന്നീട് ഈ ലോകം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് വിടുതലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ഉണർന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ അതേ സ്വന്തം അതൊരു ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കില്ല, വെറുതെ സമയം കളയുന്നു എന്ന് ലോകത്തിന് തോന്നിയേക്കാം. പക്ഷെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന മുഖേന പിന്നീട് ലോകം പറയും, പിന്നീട് അനുഭവം പറയും, അതെ അത് വളരെ വിടുതലാണ്. രണ്ട്, ഞാൻ പറഞ്ഞു, ചില ചിന്തകൾ പറഞ്ഞു. പത്രോസ് ഉറക്കപ്രിയൻ പിന്നെ എപ്പോഴാണായത്? അവൻ ആത്മീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം. അവന്റെ സ്വന്തം കാര്യങ്ങൾക്ക് അവൻ അധ്വാനിയായിരുന്നു, രാത്രിയിൽ ഉറക്കമില്ലാത്തവനായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നാം പലപ്പോഴും അതേ സ്വന്തം അധ്വാനികളാകുന്നു. അതേ രാത്രി എന്നില്ല, ഉറക്കമെന്നില്ല, മയക്കമെന്നില്ല. ആത്മീയ വിഷയങ്ങൾ നാം വരുമ്പോൾ നാം പലപ്പോഴും മഗ്നീഭവിച്ചു പോവുകയാണ്. അതേ സ്വന്തം പിന്നെ നാം പറഞ്ഞു, രാത്രിയിൽ ദർശനം പ്രാപിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അതെ, ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ അല്പമായി ചിന്തിക്കാനിടയായി ചെയ്തു. ആകയാൽ ഈ ചിന്തിച്ചതായ, ഈ സംസാരിക്കപ്പെട്ട, കേൾപ്പിക്കപ്പെട്ടതായ ഈ വചനപ്രകാരം കർത്താവിന്റെ കരങ്ങളിലേക്ക് അല്പസമയം എത്തിച്ചു കൊടുക്കുക. ആകയാൽ ഈ ബന്ധം അനുഗ്രഹിക്കുമാറാകട്ടെ.